എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവ് രണ്ടാമത് നമ്മോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവസാന കാലഘട്ടത്തിൽ നാം എന്താണ് ഇനി ചെയ്യേണ്ടത്? അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. നാം കണ്ടു, പരിശുദ്ധ അമ്മ രണ്ടാം സ്നാപകയാണ്. അമ്മ നമ്മെ ഒരുക്കുന്നത് ഈശോയുടെ പക്കലേക്ക് ഓടി അണയുവാനുള്ള നല്ല വഴി അമ്മ നമുക്ക് കാണിച്ചു തരുവാനാണ്. അമ്മ പല സ്ഥലങ്ങളിലും ഓടി നടന്ന് മനുഷ്യമക്കളെ പുത്രനിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഒന്ന് നോക്കാം. ആദ്യമായി മാതാവ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. AD 40 ഇത് സംഭവിച്ചത്. ഒരു ബൈലൊക്കേഷനിലൂടെയാണ് പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. അതായത് സ്പെയിനിലെ സരഗോസയിൽ AD 40 വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ ദേശാധിപതിയുടെ എതിർപ്പും ജനങ്ങളുടെ നിസ്സഹകരണവും മൂലം ദുഃഖിതനായി ഈശോയെ ഞാനിനി എങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും എന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ, ഞാനിനി എന്ത് ചെയ്യും ഈ മനുഷ്യമക്കളുടെ ഇടയിൽ എന്ന് വിഷാദിച്ചിരിക്കുമ്പോൾ തൻ്റെ ഗുരുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ സമയം ഭൂമിയിൽ ജീവിച്ചിരുന്ന പരിശുദ്ധ അമ്മ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. അതോടെ ശ്ലീഹ ശക്തിപ്പെട്ടു. ശക്തമായ ഒരു ക്രിസ്തീയ സമൂഹത്തിന് തുടക്കമിടുകയും ചെയ്തു. പിന്നീട് അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. അവർ ലേഡി ഓഫ് പില്ലർ സരഗോസ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ആൽബിജെൻസിയൻ പാഷണ്ഡത സഭയെ പീഡിപ്പിച്ചപ്പോൾ വിശുദ്ധ ഡൊമിനിക് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഫ്രാൻസിലെ പ്രൗ എന്ന സ്ഥലത്ത് വെള്ളം പോലും കഴിക്കാതെ ഉപവസിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സമ്മാനമാണ് ഈ ലോകത്തിന് പരിശുദ്ധ ജപമാല. സാത്താനെതിരെയുള്ള ആയുധമാണ് ജപമാല എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. 1858 ലൂർദിൽ മാതാവ് വിശുദ്ധ ബർണർദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും 1917 ഫാത്തിമയിൽ ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്ന കുഞ്ഞുമക്കൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അമ്മ മാതാവ് പറഞ്ഞു, ലോകത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന്. ഫാത്തിമയിൽ അമ്മ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: ഒന്നാമത്, ജപമാല ഭക്തി വർദ്ധിപ്പിക്കുക. രണ്ടാമത്, പരിശുദ്ധ കുർബാനയോട് അതീവ ഭക്തി ഉണ്ടായിരിക്കുക. മൂന്നാമത്, ലോകത്തെ മുഴുവൻ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് സമർപ്പിക്കുക. നാലാമത്, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകി. അത് ധരിക്കുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് പ്രത്യേക ആനുകൂല്യമുണ്ടായിരിക്കും എന്ന് അമ്മ വാഗ്ദാനവും നൽകി. 1947 മുതൽ 1976 സെപ്റ്റംബർ 3 വരെ മാതാവ് പെറിന ഗില്ലി എന്ന നേഴ്സിന് ദർശനം നൽകിക്കൊണ്ട് ലോകത്തിനായി സന്ദേശങ്ങൾ കൊടുത്തു. പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക്ക മാതാവായിട്ടാണ് പെറിന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം നെഞ്ചിൽ 3 വാളുകളുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ 3 വാളുകൾ 3 പ്രതീകങ്ങളായിരുന്നു. ഒന്നാമത്, നഷ്ടപ്പെടുന്ന ദൈവവിളികളെ ഓർത്ത് അമ്മയ്ക്കുണ്ടായ ദുഃഖം. രണ്ടാമത്, മാരക പാപത്തിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിത മക്കൾ. മൂന്നാമത്, ഒറ്റുകാരാകുന്ന സമർപ്പിത മക്കൾ. പെറിന ഗില്ലി അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ എന്ത് ചെയ്യണം? ഏറെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ അവളോട് ആവശ്യപ്പെട്ടു. പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നെഞ്ചിൽ 3 റോസാപുഷ്പങ്ങളുമായാണ്. മാതാവ് പറഞ്ഞു, പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം, ഇതാണ് ഈ 3 പൂക്കളിലൂടെ അമ്മ പ്രതിനിധാനം ചെയ്യുക.
വെള്ള, ചുമപ്പ്, മഞ്ഞ, റോസാപുഷ്പങ്ങൾ. അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. അമ്മ പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ്. അമ്മ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയാണ് എന്ന് ലോകത്തെ അറിയിക്കുകയാണ്. വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ മാതാവ് ഓർമ്മിപ്പിച്ചു. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്: പ്രാർത്ഥിക്കുക, അധികം പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക. കാരണം അനേകം ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആളുകളില്ലാത്തത് കൊണ്ടാണെന്ന്. ഫാത്തിമ സന്ദേശത്തിലെ 3-ാം രഹസ്യം ഒരു വിശദീകരണ സഹിതം വെളിപ്പെടുത്താൻ താൻ നിർദ്ദേശിച്ചതായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 മെയ് 13 പ്രഖ്യാപിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ലോകം ഫാത്തിമ സന്ദേശത്തിൻ്റെ 100-ാം വർഷത്തിലാണ് ഇപ്പോൾ. അവസാന ദർശനത്തിൽ ദൈവനീതിയുടെ മാലാക ലോകത്തെ അഗ്നി കൊണ്ട് ശിക്ഷിക്കാനായി താങ്ങി നിൽക്കുന്നതും മാതാവ് അവരെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നതും, മാലാക വലതുകരം ഭൂമിയിലേക്ക് ചൂണ്ടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക എന്ന് വിളിച്ചു പറയുന്നതും 3 മക്കളും ദർശനത്തിൽ കാണുകയുണ്ടായി. അടുത്ത ദർശനത്തിൽ മാർപ്പാപ്പ വളരെയേറെ ശവശരീരങ്ങളുടെ മുകളിലൂടെ പ്രയാസപ്പെട്ട് നടന്ന് ജീർണിച്ച ഒരു പട്ടണത്തിലൂടെ ഒരു വലിയ കുരിശ് നാട്ടിയിരിക്കുന്ന കുന്നിൻ മുകളിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നു. തത്സമയം മാർപ്പാപ്പയുടെ അരികിൽ നിന്ന് ദൈവദൂതൻ രക്തസാക്ഷികളുടെ രക്തം തെളിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ പൂർണ്ണമായ പൂർത്തീകരണം നാം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, പതുക്കെ നാം അതിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിന് സമാധാനം ലഭിക്കുന്നതിനും പാപികൾ മാനസാന്തരപ്പെടുന്നതിനുമായി നാം പ്രാർത്ഥിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം. ലോകത്തെ ശിക്ഷിക്കാൻ ജ്വലിക്കുന്ന വാളുമായി നിലയുറപ്പിച്ച മാലാഖ വെളിപാടിലെ തത്തുല്യമായ ദർശനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വന്തം കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ തന്നെ ലോകത്ത് ജ്വലിക്കുന്ന വാൾ തീർത്തിട്ടുണ്ട്. ഫാത്തിമ അത്ഭുതത്തിൻ്റെ 80-ാം വാർഷിക ദിനമായിരുന്ന 1997 ഒക്ടോബർ 13 മാർപ്പാപ്പ എഴുതിയ കത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക: വളരെ പേരുടെ രക്ഷ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളുടെ പ്രാർത്ഥനയെയും സ്വമേധയ ഉള്ള ഇന്ദ്രിയ നിഗ്രഹങ്ങളെയും വിശ്വാസികളും ഇടയരും തമ്മിലുള്ള സഹകരണത്തെയും പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ പ്രാർത്ഥനയെയും ആശ്രയിച്ചിരിക്കുന്നു. കുറച്ച് പേർ മതി ഒരു വലിയ ചലനമുണ്ടാക്കുവാൻ. ഫാത്തിമ മാതാവിനോടുള്ള പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് നമുക്കും അമ്മയോട് ചേരാം. പരിശുദ്ധ അമ്മ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യം നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അതിൻ്റെ പ്രതീകമായി ഉത്തരീയം ധരിക്കുക. രണ്ടാമത് ജപമാല പ്രാർത്ഥന ചൊല്ലുക. മൂന്നാമത് ഓരോ പ്രഭാതത്തിലും നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. നാലാമത് ആദ്യ വെള്ളി ശനി ആഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ കുഞ്ഞുമക്കളോട് പറഞ്ഞു: ഞാൻ വന്നിരിക്കുന്നത് ജീവിതത്തെ നവീകരിക്കുവാനും സ്വന്തം തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കുവാൻ നിങ്ങളോട് അറിയിക്കുവാനുമാണ് എന്ന്. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ ദ്രോഹിക്കുന്നതിൽ നിന്നും പിന്തിരിയണം എന്നാണ് അമ്മ പറയുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞു: അവസാന കാലമാകുമ്പോൾ അശുദ്ധിയുടെ തിന്മകൾ ലോകം മുഴുവനും വ്യാപിക്കുമെന്ന്, പാപകരമായ ഫാഷനുകൾ ഉടലെടുക്കുമെന്ന്, ഇത് പാപമാണോ എന്നുള്ള തിരിച്ചറിവ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ അധപതിക്കുമെന്ന്. അമ്മ മാതാവ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട്
മനുഷ്യമക്കളോട് ആഹ്വാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുവാനും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഇന്ദ്രിയ നിഗ്രഹം അഭ്യസിക്കുവാനും ത്യാഗങ്ങൾ ചെയ്യുവാനുമാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നമാണ് ഈ നിമിഷം നാം ഓർക്കുക. വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു സ്വപ്ന ദർശനം കാണുന്നുണ്ട്. വിശുദ്ധൻ കാണുന്നത് എങ്ങനെയാണ്? അലറിപ്പാഞ്ഞു വരുന്ന ഒരു കടൽ, അതിലൂടെ ആടിയുലഞ്ഞു വരുന്ന ഒരു കപ്പൽ. ഈ കപ്പലിനുള്ളിൽ മാർപ്പാപ്പ മുതൽ അൽമായരും വിവാഹിതരും അവിവാഹിതരും കുഞ്ഞുമക്കളും എല്ലാവരെയും വിശുദ്ധൻ കാണുകയാണ്. തിരുസഭയാകുന്ന കപ്പൽ ശീശ്മകളിലും പാഷണ്ഡതകളിലും പെട്ട് ആടിയുലഞ്ഞു വരുമ്പോൾ വിശുദ്ധൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എങ്ങനെ എൻ്റെ സഭയെ രക്ഷിക്കും? അപ്പോൾ കടലിൽ നിന്ന് 2 തൂണുകൾ ഉയർന്നു വന്നു. ആദ്യത്തെ തൂണിൽ പരിശുദ്ധ കുർബാന, രണ്ടാമത്തെ തൂണിൽ പരിശുദ്ധ അമ്മ ജപമാലയുമേന്തി ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീ. ഈശോ പറഞ്ഞു, എൻ്റെ മകനെ, ഈ അവസാന കാലഘട്ടത്തിൽ എൻ്റെ സഭയെ രക്ഷിക്കുവാനായി ഈ 2 മാർഗങ്ങളേ ഉള്ളൂ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. എൻ്റെ സഹോദരങ്ങളെ, നമുക്കും ഈ 2 തൂണുകളിൽ അഭയം പ്രാപിക്കാം. നമ്മുടെ അമ്മ ലോകത്ത് ഓടി നടന്ന് മനുഷ്യമക്കൾ വഴി എന്താണ് പറയുന്നതെന്ന്, അത് ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ ഈ ശ്രമത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കയ്യിൽ നിന്ന് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥനാ ശക്തി പരിശുദ്ധാത്മാവിനെ അമ്മ നേടിത്തരട്ടെ.